മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. എൻ പേർക്കായി ജീവൻ വയ്ക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. നിൻ കൃപയേറിയ വാക്കിൻ പ്രകാരമിന്നത്യന്തം താഴ്മയോടെ എൻ്റെ വൻകടം തീർപ്പാൻ മരിക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. എൻ്റെ വൻകടം തീർപ്പാൻ മരിക്കും പ്രഭോ നിന്നെ എന്നും ഈ ദാസനോർക്കും. ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ VT രവി സീതത്തോട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലൂക്കോസിന് സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യം. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ്. ക്രൂശിൽ കിടന്ന കള്ളന്മാരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞ കാര്യമാണ് നാം വായിച്ചത്. രണ്ട് കള്ളന്മാർ യേശുക്രിസ്തുവിനെ ഒരു സമയത്ത് നിന്ദിക്കുകയും പരിഹസിക്കുകയും ദുഷിക്കുകയും ചെയ്തവരാണ്. എന്നാൽ ഒരു കള്ളൻ തൻ്റെ പാർശ്വത്ത് കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്താഭിഷേകമായ ആ മരക്കുരിശും മുൾക്കിരീടവും അതിദാരുണ്യവുമായ അവസ്ഥ കണ്ടു. ഈ യേശുക്രിസ്തു എൻ്റെ പേർക്കാണ് ഈ ക്രൂശിൽ മരിക്കുവാൻ പോകുന്നെന്ന് അവൻ മനസ്സിലായി. കണ്ടാൽ ആളാണെന്ന് തോന്നാത്ത വിധത്തിൽ അവസ്ഥയിൽ കിടക്കുന്ന യേശുക്രിസ്തുവിനെ അവൻ തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തു ആരാണ്? അവൻ്റെ തിരിച്ചറിവിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു അവന് പറുദീസ വാഗ്ദത്തം ചെയ്തു. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഒരു കള്ളൻ യേശുക്രിസ്തുവിനോട് പറഞ്ഞത്, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക. അപ്പോൾ മറ്റേ കള്ളന് മറ്റവനോട് ചോദിക്കുന്ന ചോദ്യം, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഈ തിരിച്ചറിവുണ്ടായ കള്ളന് യേശുക്രിസ്തു ആരാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അവൻ്റെ ഒന്നാമത്തെ തിരിച്ചറിവെന്ന് പറയുന്നത് യേശു ദൈവമാണെന്ന് അവൻ മനസ്സിലാക്കി. ഞങ്ങളോടൊപ്പം ഈ ക്രൂശിൽ കാരിരുമ്പാണികളാൽ അടിക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം ചൂടിയവനായി, ശരീരം മുഴുവൻ മുറിവേറ്റവനായി കിടക്കുന്നത് സാക്ഷാൽ ദൈവമാണെന്ന് മനസ്സിലായി ഈ യേശുക്രിസ്തുവിനെ ദൈവമായി അംഗീകരിച്ച് ഏറ്റുപറയുവാൻ അവനിടയാത്തീർന്നു. രണ്ടാമത്തെ അവൻ്റെ തിരിച്ചറിവെന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. ലൂക്കോസ് 23:40. ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പരിശുദ്ധനാണെന്ന് അവൻ അംഗീകരിപ്പാൻ ഇടയാത്തീർന്നു. യെരൂശലേം ദേവാലയത്തിലേക്ക് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന ഊനമില്ലാത്ത കുഞ്ഞാടിൻ്റെ ഓർമ്മയായിരിക്കും അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് സാക്ഷാൽ ക്രൂശിൽ കിടക്കുന്നെന്ന് മനസ്സിലാക്കി ആ കുഞ്ഞാടിൽ വിശ്വസിപ്പാൻ ഈ കള്ളന് ഇടയാത്തീർന്നു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ തിരിച്ചറിവ് യേശുക്രിസ്തു രാജാവാണ്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. സമൂഹം മുഴുവനും
യേശു ക്രിസ്തു തന്നെത്താൻ രാജാവാക്കിയെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സമയം, മാത്രമല്ല പിലാത്തോസിന് മുമ്പിൽ ഞാൻ തന്നെ രാജാവെന്ന് പറഞ്ഞ യേശു ക്രിസ്തു. ഒരു കാര്യം കൊള്ളന് മനസ്സിലായി, ഇന്ന് ക്രൂസിനെ സിംഹാസനമാക്കിയവൻ നാളെ യെരൂശലേമിനെ സിംഹാസനമാക്കി വാഴുവാൻ പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. നാലാമത്തെ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു കർത്താവാണ്. കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൽ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറയുവാൻ അദ്ദേഹം ഇടയായി തീർന്നു. ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൽ നീ വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം എന്നാണ് കാണുവാൻ കഴിയുന്നത്. യേശു കർത്താവാണെന്ന്, യേശു രക്ഷകനാണെന്ന്, യേശു കർത്തൃത്വം നടത്തുന്നവനാണെന്ന് അംഗീകരിപ്പാൻ ഇടയായി തീർന്ന് ആ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന, കർത്താവായി അംഗീകരിക്കുന്ന ഒരുവനാണ് രക്ഷിക്കപ്പെടുവാൻ കഴിയുന്നത്. റോമാലേഖനം 10-9 യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരുവൻ ദേഹരക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ മറ്റൊരുവൻ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഒരുവൻ പറയുന്നത്, നിന്നെ തന്നെ ഞങ്ങളെ രക്ഷിക്കുക. ഈ ലോകത്തിലെ രക്ഷ അവൻ ആഗ്രഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരുപക്ഷെ നിങ്ങൾ കർത്താവിനെ അറിയുന്നവരായിരിക്കാം, കർത്താവിനെ ആരാധിക്കുന്നുള്ള മനോഭാവത്തിൽ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ ലോകത്തിലെ സുഖം മാത്രമാണോ, ഈ ലോകത്തിലെ രക്ഷ മാത്രമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും പ്രതീക്ഷ ലഭിക്കത്തില്ല. എന്നാൽ മറ്റേ കള്ളൻ ഒരു കാര്യം മനസ്സിലായി, ഞാനിപ്പോൾ യേശു ക്രിസ്തുവിനോട് ശാന്തമായി ഈ ക്രൂശിൽ കിടന്ന് മരിക്കുവാൻ പോവുകയാണ്. എന്നാൽ കർത്താവ് രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ഒരു സമയമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എന്ന് പറഞ്ഞാൽ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ കരുതി എന്ന് കാണാൻ കഴിയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നെങ്കിൽ നമുക്ക് ആ പരദീസ കർത്താവ് വാഗ്ദത്തം ചെയ്യും. ആ പരദീസയിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കും. ആകയാൽ ഈ കർത്താവിൽക്കുള്ള രക്ഷ പ്രാപിച്ച് കർത്താവിനെ ആരാധിപ്പാൻ കേൾവിക്കാരെ ഏവരെയും ദൈവം ഒരുക്കട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നോടെ കണ്ണുകൾ കാൽവരിയിങ്കലെ ക്രൂശിന് നേർത്തിരിക്കേ എൻ്റെ പൊന്നുബലിയായ ദൈവകുഞ്ഞാടിനെ ഓർക്കാതിരിക്കുമോ ഞാൻ? എൻ്റെ പൊന്നുബലിയായ ദൈവകുഞ്ഞാടിനെ ഓർക്കാതിരിക്കുമോ